അപ്പോൾ അവരെയൊക്കെയാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത്. അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കും ഫ്രീ ആയിട്ടാണെങ്കിലും അദ്ദേഹം വന്ന് കളിക്കും, കാരണം ബ്ലാസ്റ്റേഴ്സ് ഈസ് അവർ ഫാമിലി. പക്ഷേ അവരിപ്പോൾ കളിക്കുന്നത് ബെസ്റ്റ് ലീഗിലാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് ആൻഡ് ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ബെൽഫോർട്ട് ഇന്ത്യയിലേക്ക് എന്നുള്ള വാർത്ത. അത് സത്യം പറഞ്ഞാൽ ബെൽഫോർട്ട് ഒരു ഇന്ത്യൻ ക്ലബ്ബിലേക്ക് വരുന്നതെന്നല്ല, ബെൽഫോർട്ട് AC കപ്പ് കളിക്കാൻ ഇന്ത്യയിലേക്ക് എത്തുന്നു. അദ്ദേഹം നിലവിലിപ്പോൾ ബംഗ്ലാദേശി ക്ലബ്ബായ ധാക്ക ബഹാനിയിലാണ് കളിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇപ്പം ചെന്നൈയിൻ FCയും അതേപോലെ തന്നെ മിനറൽ പഞ്ചാബും കളിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് കളിക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസൺ നമുക്കറിയാം, വളരെ നിരാശാജനകമായിട്ടുള്ള സീസണായിരുന്നു. ഇപ്പോൾ എല്ലാ താരങ്ങളെയും പറഞ്ഞു വിടുന്നു, അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു. പുതിയ CEO എത്തിയിട്ടുണ്ട്, വീരൻ ഡി സിൽവ. നമ്മുടെ 3 സീസണുകളിൽ അദ്ദേഹമായിരുന്നു നമ്മുടെ CEO. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റോടുകൂടി അതിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ ബെൽഫോർട്ടിന് വേണം, വി വാണ്ട് ബെൽഫോർട്ട് എന്നൊക്കെ ഉള്ള ഒരുപാട് കമൻറ്റുകൾ കണ്ടു. സത്യം പറഞ്ഞാൽ അതൊരു ശരിക്കും വികാരഭരിതമായിട്ടുള്ള ഒരു ഫാൻസിൻ്റെ അപ്രോച്ച് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അദ്ദേഹം അറിയാം, ആ ഒരു സീസണിൽ മികച്ച പെർഫോമൻസ് ആയിരുന്നു, 3 ഗോളുകൾ അടിച്ചു, കീ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം തന്നെ ആ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ വീരൻ ഡി സിൽവയുടെ വരവിൻ്റെ ആ ഒരു സാധനത്തിൽ അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കും ഫ്രീ ആയിട്ടാണെങ്കിലും അദ്ദേഹം വന്ന് കളിക്കും, കാരണം ബ്ലാസ്റ്റേഴ്സ് ഈസ് അവർ ഫാമിലി. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ വികാരം എന്നുള്ളൊരു സംഭവം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് ഒരു കാരണം ഫുട്ബോൾ ഒരു പ്രൊഫഷണൽ ഇതാണ്. നേരത്തെ പോലെ നമ്മളൊരു ഫ്രാഞ്ചൈസി അല്ല, നമ്മളൊരു ക്ലബ്ബായി മാറി കഴിഞ്ഞു. ഇപ്പം അടുത്ത സീസൺ മുതൽ ചിലപ്പോൾ ISL ആയിരിക്കും ഇന്ത്യയിലെ നമ്പർ 1 ലീഗ്. നമുക്ക് ഇപ്പോൾ അടുത്ത സീസണിലൊന്നും പ്രൊമോഷണൽ ലീഗേഷൻ സെറ്റപ്പ് ഒന്നും കാണത്തില്ല. എന്നിരുന്നാൽ പോലും ഒരു ഫസ്റ്റ് ഡിവിഷൻ ലീഗായി മാറാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഒരു വികാരം, കാരണം നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ് അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് ജംഷഡ്പൂരിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പം അദ്ദേഹം കളിക്കുന്നത് ബംഗ്ലാദേശി ക്ലബ്ബിലാണ്. അറിയാം, ഇന്ത്യൻ ഫുട്ബോളും ബംഗ്ലാദേശ് ഫുട്ബോളുമായിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് എന്താണെന്ന് അറിയാം. മാത്രമല്ല, അദ്ദേഹം ഹെയ്ത്തി ഫുട്ബോൾ നാഷണൽ ടീമിൻ്റെ പ്ലെയറായിരുന്നു. അദ്ദേഹം ടീമിൽ നിന്നൊക്കെ പുറത്തായി കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ പലപ്പോഴും മാനേജ്മെൻറ്റ് ഫാൻസിൻ്റെ പല ആഗ്രഹങ്ങൾക്കും മഴയും കൊടുത്തിട്ടുണ്ട്. അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ അദ്ദേഹം ചിലപ്പോൾ ഇവിടെ നന്നായിട്ട് വന്ന് കളിച്ചേക്കും. പക്ഷേ നമുക്ക് ഒന്നാമത് 7 ഫോറിൻ പ്ലേയേഴ്സ് എന്നുള്ളൊരു കോട്ടയുള്ളൂ. അപ്പം ഒരു സ്ട്രൈക്കർ എന്നൊരു ഇമ്പോർട്ടൻറ്റ് റോളിൽ നമുക്ക് ഇനിയും ഒരു റിസ്ക് എടുക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും നല്ലൊരു ഒരു സ്പാനിഷ് പ്ലെയറോ ബ്രസീലിയൻ പ്ലെയറോ ഒക്കെ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇനിയൊരു മെച്ചമുണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വികാരഭരിതമായിട്ടുള്ള ഒരു ഇതിലൂടെ പോരുത്. നമുക്ക് ബെസ്റ്റ് പ്ലേയേഴ്സ് ഇപ്പം പറയാനാണെങ്കിൽ, നമുക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഇത് തന്നെ, നമുക്ക് ഇന്ത്യയിൽ കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ള തന്നെ ടോപ്പ് പ്ലെയേഴ്സ് നിലവിൽ പല വമ്പൻ ലീഗുകളിലും കളിക്കുന്നുണ്ട്. അപ്പം ആ ഒരു അതിനെ പറ്റിയിട്ടാണ് നമ്മളൊരു ഇത് ചെയ്യാൻ പോകുന്നത്. അവരെയൊക്കെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുന്നത്. അവർക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നോ അവർ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കയറിയിട്ട് അവർ ഫാൻസിനെ പുകഴ്ത്തുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തില്ല. പക്ഷേ അവരിപ്പോൾ കളിക്കുന്നത് ബെസ്റ്റ് ലീഗിലാണ്, അല്ലെങ്കിൽ അവർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നാൽ, കാരണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സാഹചര്യങ്ങൾ അറിയാം. അപ്പോൾ അവരെയൊക്കെയാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത്. മാത്രമല്ല ഒരു ബെസ്റ്റ് കോച്ചിനെ നമ്മൾ കൊണ്ടുവരണം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ 4 താരങ്ങളെയാണ് ഇന്ത്യൻ ഫുട്ബോൾ പരിചയമുള്ള ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്യപ്പെടേണ്ട, ഇവരെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മെച്ചമുണ്ടാകുമെന്ന് തോന്നുന്ന കുറച്ച് താരങ്ങളെയാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ താരമെന്ന് പറയുന്നത് ഡക്കൻ സ്നേസണാണ്. ഹെയ്ത്തി ഇൻ്റർനാഷണൽ പ്ലെയറാണ്, നിലവിൽ ഹെയ്ത്തി ഇൻ്റർനാഷണൽ പ്ലെയറാണ്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സീസൺ 3 കളിച്ചതാണ്. അന്ന് 2 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിരുന്നു. പലപ്പോഴും ബെൽഫോർട്ടിൻ്റെ ഒരു പെരുമയിൽ, അല്ലെങ്കിൽ ബെൽഫോർട്ടിൻ്റെ ആളുകൾ പൊക്കി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പലപ്പോഴും പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു താരമായിരുന്നു ഡക്കൻ സ്നേസൺ. അദ്ദേഹം വളരെ ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറായിരുന്നു. പലപ്പോഴും അവസരം കിട്ടാതെ ഇരുന്ന, എനിക്ക് തോന്നുന്നു ഏതാണ്ട് സീസണിൻ്റെ അവസാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയത്. ഫ്രഞ്ചിലാണ്, അതായത് ഫ്രാൻസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫ്രാൻസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ. പിന്നെ ഹെയ്ത്തി അതായത് ഹെയ്ത്തി അച്ഛനും അമ്മയ്ക്കും പിറന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്, നമുക്കറിയാം ഇവിടെ ഇന്ത്യ അങ്ങനെ സെറ്റപ്പില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹെയ്ത്തി ഇൻ്റർനാഷണൽ ടീമിലേക്ക് സെലക്ട് ആവുകയായിരുന്നു. അദ്ദേഹം ഫ്രാൻസിലുള്ള പല ക്ലബ്ബുകളിലും കളിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആദ്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. അന്ന് ആ സീസണിൽ അദ്ദേഹം അടിച്ച 2 ഗോളുകളും വളരെ ക്വാളിറ്റി ഗോളുകളായിരുന്നു. നമുക്ക് സെമി ഫൈനലിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഗോളും
ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുള്ള ഒരു താരമാണ് ഡക്കൻ സ്നേസൺ. ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ഇംഗ്ലീഷ് ക്ലബ്ബായ വോൾവർഹാംപ്ടണിലോട്ടാണ് അദ്ദേഹം പോയത്. അവിടെ തന്നെ കളിച്ചതിന് ശേഷം അദ്ദേഹം ലീഗ് 1 ക്ലബ്ബുകളായ കോൺവെൻട്രിയിലും ഓൾഡാം എന്നീ ക്ലബ്ബുകളിൽ അദ്ദേഹം ലോണിൻ്റെ അടിസ്ഥാനത്തിൽ പോയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ബെൽജിയം ടോപ്പ് ഡിവിഷൻ ലീഗിലേക്കാണ് പോയത്. അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹം സ്കോട്ടിഷ് പ്രീമിയർഷിപ്പിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവബഹുലമായിട്ടുള്ള ഒരു ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ് ഉയർന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എനിക്കൊന്ന് കഴിഞ്ഞ സീസൺ ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്തു എന്നുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതിനെപ്പറ്റി ഒരു ഇത് വന്നിട്ടില്ല. ഏതായാലും അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല കളികളിൽ ഇപ്പോൾ ജപ്പാനെതിരെ അദ്ദേഹം കളിച്ച 80യുടെ മാച്ചിൽ 2 ഗോളുകളാണ് അദ്ദേഹം അടിച്ചത്. അതുപോലെ തന്നെ കരീബിയൻ ഗോൾഡ് കപ്പിലൊക്കെ അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട്. അങ്ങനെ നമുക്ക് ഗോളടിക്കാൻ കെൽപ്പുള്ള ഒരു താരത്തെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു താരത്തെയാണ് അങ്ങനത്തെ താരങ്ങളെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരമാണ് ഡക്കൻ സ്നേസൺ. രണ്ടാമത്തെ താരമെന്ന് പറയുന്നത് ബ്രൂണോ പെറോണാണ്. ബ്രൂണോ പെറോണെ ആർക്കൊക്കെ അറിയാമെന്നുള്ള അറിയത്തില്ല. രണ്ടാമത്തെ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിലുണ്ടായിരുന്ന താരമാണ് ബ്രൂണോ പെറോണ. അദ്ദേഹം 10 മത്സരങ്ങൾ കളിച്ചു, പക്ഷേ പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊക്കെയാണ് വന്ന് കളിച്ചത്. സെൻട്രൽ ബാക്ക് ആയിട്ട് കളിക്കുന്ന ഒരു താരമാണ്. നിലവിൽ അദ്ദേഹത്തിന് 31 വയസ്സാണുള്ളത്. അന്ന് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നില്ല. കാരണം ഡിഫൻസിൽ സെൻട്രൽ ബാക്ക് കളിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരമായിരുന്നു പീറ്റർ റമേജ്. അദ്ദേഹം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബ്രൂണോ പെറോണ കൂടുതൽ അവസരങ്ങൾ പലപ്പോഴും ലഭിച്ചിരുന്നില്ല. പിന്നെ അന്ന് കുറച്ച് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അവസരങ്ങൾ പീറ്റർ ടൈലർ ആണെങ്കിലും ടെറി ഫെലാണെങ്കിലും ഒന്നും കൊടുത്തിരുന്നില്ല. അദ്ദേഹം പക്ഷേ ഇവിടുന്ന് പോയതിന് ശേഷം USL അതായത് അമേരിക്കൻ ലീഗിലേക്ക് പോവുകയും അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഗ്രാഫ് ഉയർന്ന കാഴ്ചയുണ്ട്. അദ്ദേഹം റയൽ സർഗോസ എന്ന് പറയുന്ന ക്ലബ്ബിലെത്തി. അവിടുന്ന് ഇപ്പോൾ എക്സ്ട്രാ മദുര എന്ന് പറയുന്ന സെഗുണ്ട ഡിവിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത്. ഒരു സെൻറ്റർ ബാക്ക് താരമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ ലാക്കിച്ച് പേസിച്ച് ആണെങ്കിൽ ഒരു ഡീസൻറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഒരു ആവറേജ് പ്ലെയർ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. അദ്ദേഹത്തിന് സ്പീഡിൻ്റെ കാര്യത്തിലും പലപ്പോഴും ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്. കാരണം ഒരു സെർബിയൻ താരമാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് ഒത്തുപോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്രൂണോ പെറോണ ഒരു ബ്രസീലിയൻ താരമാണ്. ഇന്ത്യൻ ബ്രസീലിയൻ സാഹചര്യങ്ങളൊക്കെ ഏതാണ്ട് വളരെ സിമിലാരിറ്റീസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ബ്രൂണോ പെറോണെ പോലെയുള്ള താരം അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ട്രാൻസ്ഫർ വാല്യൂ പോലും വളരെ ഉയർന്നിരിക്കുന്നൊരു സാഹചര്യമാണ്. അദ്ദേഹത്തിന് ഈ ഒരു ജൂൺ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റുകളും മറ്റും ആ ക്ലബ്ബുമായിട്ട് അവസാനിക്കും. അദ്ദേഹത്തെ പോലത്തുള്ള താരങ്ങളെയൊക്കെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത്. സെൻട്രൽ ബാക്കിൽ ഒരു കീ പ്ലെയർ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രൂണോ പെറോൺ നമ്മൾ ആരും തിരിച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞു കേൾക്കാത്ത താരമാണ്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നല്ല ഒരു മെച്ചമായിരിക്കും ടീമിന്. അടുത്ത ഒരു താരമെന്ന് പറയുന്നത് നിക്കോളാസ് ഫെലേസ് ആണ്. നിക്കോളാസ് ഫെലേസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച താരമല്ല. 2ാം സീസണിലും 3ാം സീസണിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി കളിച്ച താരമാണ്. അദ്ദേഹം 8 ഗോളുകളാണ് 2 സീസണിലായിട്ട് നേടിയത്. അദ്ദേഹം ഒരു സ്ട്രൈക്കർ എന്നതിനുപരി ഒരു സെക്കൻഡറി സ്ട്രൈക്കർ അല്ലെങ്കിൽ വിങ്ങിൽ ആ ഒരു റോളിലാണ് അദ്ദേഹം കൂടുതലായിട്ട് കളിച്ചത്. സ്ട്രൈക്കറായിട്ടും കളിക്കാൻ പറ്റിയൊരു താരമാണ്. ഒരു അർജൻറ്റീനക്കാരനാണ്, 28 വയസ്സുള്ളൊരു താരമാണ്. അദ്ദേഹം ഏഷ്യയിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. ഇപ്പോൾ തായ്ലൻഡിലാണെങ്കിലും സിംഗപ്പൂർ, മലേഷ്യ അങ്ങനെ പല രാജ്യങ്ങളിലും കളിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നത് പോർച്ചുഗീസ് ഫസ്റ്റ് ഡിവിഷൻ ആണ്. അദ്ദേഹത്തിന് അവിടെ കാര്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. പക്ഷേ ഒരു യൂറോപ്പിലെ ടോപ്പ് ലീഗായ ടോപ്പ് ക്ലബിലാണ് അദ്ദേഹം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺട്രാക്റ്റ് ഈ ജൂണോടുകൂടി അവസാനിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലുള്ളൊരു താരം വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള താരമാണ്. ഗോളടിക്കാൻ വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു താരമാണ്. വളരെ സ്പീഡി ആയിട്ടുള്ള പ്ലെയറാണ്. ഒരു ലാറ്റിൻ അമേരിക്കൻ താരമാണ്. അദ്ദേഹത്തെ പോലുള്ള താരങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന താരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആവി ലാറ. അദ്ദേഹം ATKയിൽ 2 സീസണുകളിൽ കളിച്ച താരമാണ്. ബ്ലാസ്റ്റേഴ്സിനെതിരെ പലപ്പോഴും ഗോളുകൾ അടിച്ചിട്ടുള്ളൊരു താരമാണ്. അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ലാലിഗയിലെ പല ക്ലബ്ബുകളിലും കളിച്ചിട്ടുണ്ട്. എൽചെ, എബാർ അങ്ങനെ പല ക്ലബ്ബുകളിലും കളിച്ചിട്ടുണ്ട്. അതിനുശേഷം ATKയിൽ കളിച്ചത്. ATKയിൽ നിന്ന് അദ്ദേഹം നേരെ പോയി കർഡോബ എന്ന് പറയുന്ന ക്ലബ്ബിലാണ്. കർഡോബ ലാലിഗ സെക്കൻഡ് ഡിവിഷൻ, അതായത് സെഗുണ്ട ഡിവിഷൻ ക്ലബ്ബാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ക്ലബ്ബാണ്. യൂത്ത് കരിയർ ആവിലാറ നടത്തിയത് ആ ക്ലബ്ബിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. 33-കാരനായ ഈ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വളരെ എനിക്കൊന്ന് സഹലിനോടൊപ്പം ഇങ്ങനത്തെ ഒരു താരമൊക്കെ എത്തിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ നമുക്കൊരു എഞ്ചിനാകും. കാരണം നല്ല രീതിയിൽ ബോളുകൾ
മുമ്പിലോട്ടെത്തും. അവിടെ നിക്കോളാസ് വെലേഴ്സിനെയും അതുപോലെ തന്നെ ഡക്കൻ സ്നേഴ്സിനെയും പോലുള്ള താരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഗോളുകളും ഒക്കെ നേടാനായിട്ട് സാധിക്കും. ഇപ്പോൾ അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെയും കരാറ് കോൺട്രാക്റ്റ് ജൂണോടുകൂടി അവസാനിക്കും. ഈ പറഞ്ഞ 4 താരങ്ങൾ ഇപ്പോൾ ഡക്കൻ സ്നേഴ്സിനാണെങ്കിലും ബ്രൂണോ പെറോൺ, നിക്കോളാസ് വെലേഴ്സ്, അവിലാർ, ഇവരുടെ എല്ലാം ഞാൻ ഈ കോൺട്രാക്റ്റ് നോക്കിയിട്ടാണ് ഇത്തരം താരങ്ങളെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തത്. എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇങ്ങനത്തെ താരങ്ങളെയാണ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരേണ്ടത്. കാരണം ബ്രൂണോ പെറോണിനെ പോലുള്ള വളരെ സ്പീഡിയും ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഒത്തുപോകുന്നതും വളരെ ഹൈറ്റുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹം ഗോളടിക്കുന്ന താരം കൂടിയാണ് ബ്രൂണോ പെറോൺ. അതുപോലുള്ളൊരു താരത്തെയാണ് സെൻട്രൽ ബാക്കിൽ നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ ഹാവി ലാറയെ പോലുള്ള ഒരു ഇന്ത്യൻ പരിചയമുള്ള ഒരു സ്പാനിഷ് താരം, നിലവിൽ സെഗുണ്ട ഡിവിഷനിൽ കളിക്കുന്ന താരം. അതേപോലെ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ നിക്കോളാ വെലേഴ്സിനെയും അതേപോലെ തന്നെ ഡക്കൻ സ്നേഴ്സിനെയും പോലുള്ള താരങ്ങൾ, അവരെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത്. അല്ലാതെ നമ്മൾ വികാരം നോക്കി ബെൽഫോർട്ടിൻ്റെയും ഇപ്പോൾ ഹ്യൂമിനെയൊക്കെ കഴിഞ്ഞ സീസണിൽ പൂനെയിലേക്ക് വിട്ടപ്പോഴത്തേക്കും വളരെ ഇമോഷണലായിട്ട് പല ആളുകളും സംസാരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു സീസണിൽ യാതൊരു വിധത്തിലുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല താരങ്ങളുടെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നമുക്ക് വികാരങ്ങൾ മാറ്റിവെച്ച് ടീമിന് അടുത്ത സീസണിലെങ്കിലും നല്ലൊരു പെർഫോമൻസ് നടത്താനാകണം. അതിന് നല്ല താരങ്ങളിലെത്തണം. നമ്മൾ വികാരപരമായിട്ട് ചിന്തിച്ച് മാനേജ്മെൻറ്റിനെ കൊണ്ട് നിർബന്ധിച്ച് നമ്മൾ സ്വയം കുഴിയിലേക്ക് ചാടരുത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ എപ്പോഴും പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അബീബ് അഷ്റഫ് ഫാൻ സൈനിങ് ഓഫ്.